അല്ല, ഇവർ നമ്മുടെ കേസ് ഒത്തുതീർപ്പാക്കാനും പറഞ്ഞിട്ടാണ് എന്നെ സമീപിക്കുന്നത്. എന്നെ നമ്മൾ ഫോണിൽ വിളിച്ചിട്ട് അത് നമ്മുടെ ചോയ്സാണ്, നിങ്ങൾക്ക് കുറച്ച് സമയം അവരുമായിട്ടൊന്ന് സംസാരിക്കുക എന്ന് പറഞ്ഞിട്ടാണ് അവർ നമ്മളെ സമീപിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ സംസാരിച്ചാൽ മതി എന്നാണ് പറയുന്നത്. വേണമെങ്കിൽ സംസാരിച്ചാൽ അവരങ്ങനെ കമ്പൽ ചെയ്യുന്നതുമില്ല. അങ്ങനെ ഞാൻ ആദ്യം വിചാരിച്ച് വേണ്ട, ഇത് ചുമ്മാ എന്ന് വിചാരിച്ച് തള്ളി വിട്ടതാണ്. പിന്നെ എന്തായാലും ഒന്ന് പോയി നോക്കാം എന്ന് വിചാരിച്ചിട്ടാണ് അവനെ ആദ്യം ഫസ്റ്റ് മീറ്റ് ചെയ്യുന്നത് കലൂർ സ്റ്റേഡിയത്തിൻ്റെ ആ ഭാഗത്ത് വെച്ചാണ് മീറ്റ് ചെയ്യുന്നത്. വിൻസെൻ്റ് അവനുമായിട്ടുള്ള ഇതേ ഉള്ളൂ. വേറെ ആരുമായിട്ടും എനിക്ക് ഡയറക്റ്റ് ഇങ്ങനെയുള്ള സംസാരങ്ങളും ഇല്ല, കാര്യങ്ങളും ഇല്ല. ഈ വരുന്ന ആളുകളെയൊക്കെ ഞാൻ ഈ ന്യൂസ് വഴിയാണ് അറിയുന്നത്. മുരളിയും പരിചയമില്ല, രഞ്ജിത്തിനെയും പരിചയമില്ല, ആരെയും പരിചയമില്ല. അതായത് നമുക്ക് ഈ സുപ്രീം കോടതി വരെ ഞാൻ ഇതിൻ്റെ ബെയിലിന് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു 14 days പ്രയർലി നമുക്ക് അറസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഇത് തരണമെന്നും പറഞ്ഞാണ് നമുക്ക് ഇത് തന്നത്. ഈ 14 ദിവസം കഴിഞ്ഞപ്പോഴാണ് ഇവർ നമ്മളെ അപ്രോച്ച് ചെയ്യുന്നത്. ഈ 14 ദിവസം ഇവർ പറഞ്ഞ പീരീഡ് കഴിഞ്ഞപ്പോഴാണ്, കോടതി പറഞ്ഞ പീരീഡ് കഴിഞ്ഞപ്പോഴാണ് നമുക്ക് പിന്നെ വേറെ വഴിയില്ലല്ലോ, ഇനി ഇവർ പറയുന്ന ഡോക്യുമെൻ്റ് കൊടുക്കുക എന്നുള്ളത് ആണല്ലോ. അപ്പോഴാണ് ആ ടൈറ്റ് ചെയ്തിട്ടാണ് ഇവർ നമ്മളെ അപ്രോച്ച് ചെയ്യുന്നത്. ഫോൺ വഴിയാണ് വിളിക്കുന്നത്. ഫോണിൽ വിളിച്ചിട്ട് ഈ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ആ കാര്യങ്ങളൊക്കെ തന്നെ, അതായത് സെറ്റിൽ ചെയ്യാം. ഇതിൻ്റെ അകത്ത് നിങ്ങൾ ഒരു ഔട്ട് ഓഫ് സെറ്റിൽമെൻറ്റ് ഇത്ര രൂപ, 2 കോടി രൂപ 2 കോടി രൂപ എന്നൊക്കെ പിന്നാണ് പറയുന്നത്. അവർ സെറ്റിൽമെൻറ്റിനാണ് വില്ലിങ് ആണോ എന്നാണ് ആദ്യം ചോദിക്കുന്നത്. 4-5 വട്ടം ഞാൻ മീറ്റ് ചെയ്തു ആളെ. ഒരു 1.5 മാസത്തിനകത്ത് നടന്ന സംഭവങ്ങളാണിത്, ഒരു ദിവസം കൊണ്ട് വന്നതല്ല. ഈ 1.5 മാസത്തിൻ്റെ അകത്ത് നമ്മൾ ഇതിൻ്റെ പുറകെ നടന്ന് ഞാനൊരു 5-6 വട്ടം തൂത്തുക്കുടിയിൽ ഇവിടെ വന്നിട്ടുണ്ട്, ഈ ഒരു കാരണത്തിന് വേണ്ടി മാത്രം. നിരന്തരമായി ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു. അതെ 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 കൃത്യം ഒരു 1.5 മാസത്തിന് അത്രത്തോളം അത്രയും അത് ഇത്രയും പറയേണ്ടത് ഇത്രയും കൃത്യമായിട്ട് എത്തിച്ചത് വിജിലൻസിൻ്റെ അവർ പ്ലാൻ ചെയ്ത കൃത്യമായിട്ടുള്ള ഇതിൻ്റെ അകത്തോടെ അല്ലേ നമ്മൾ ഇവൻ പറഞ്ഞ ഹിന്ദികളെല്ലാം, അതായത് എനിക്ക് മെയിൽ വരുന്നതും ഈ പറഞ്ഞ ആൾ വിളിക്കുമെന്ന് പറഞ്ഞതും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ കൃത്യമായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ സെറ്റിൽമെൻറ്റിന് ഒരുങ്ങി എന്ന് കഴിഞ്ഞപ്പോഴത്തേന് പിന്നെ ഇവരെന്നെ വിളിച്ചിട്ടേ ഇല്ല. സാധാരണ നമുക്കൊരു സമൻസ് വന്നിട്ട് ഒരു സമൻസ് വന്നപ്പോൾ ഞാൻ അതിൻ്റെ അകത്ത് എനിക്ക് ഇപ്പം ബുദ്ധിമുട്ടുണ്ട് വരാനെന്ന് പറഞ്ഞുകൊണ്ട് മെയിലിട്ടായിരുന്നു. ആ മെയിലിട്ട സമയം തൊട്ട് അവരെന്തുകൊണ്ട് വന്നില്ല, വന്നേ പറ്റൂ കണ്ടിന്യൂസ് എന്നെ വിളിച്ച് അത്രത്തോളം വിളിച്ച് ഇതുണ്ട്. പക്ഷേ ഇവർ പറഞ്ഞ നമ്മളൊരു സെറ്റിൽമെൻറ്റിന് വില്ലിങ് ഞാൻ അറിഞ്ഞതിന് ശേഷം പിന്നെ ഇവരുടെ വിളിയേ വന്നിട്ടില്ല. ഇല്ലില്ല, നേരിട്ട് കോണ്ടാക്റ്റ് ഇല്ല. ആര്? പിന്നെ തീർച്ചയായിട്ടും പറഞ്ഞിരുന്നു. ഞാൻ റിപ്പോർട്ട് ചെയ്യേണ്ട ആൾ ശേഖറാണ്. ഇപ്പം ലാസ്റ്റ് ഈ ട്രാപ്പ് നടക്കുന്ന ആ സമയത്ത് ഇവൻ എന്നോട് പറയുന്നതെന്ന് പറഞ്ഞാൽ പേയ്മെൻറ്റ് കൊടുത്ത് 2 ലക്ഷം രൂപ അവൻ്റെ കൈ കൊടുത്ത് പോയി സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്ത്. അപ്പം 4:30 വൈകിട്ടായി. 5 മണിയാകുമ്പോഴത്തേന് നേരെ പോയി ശേഖരനെ പോയി കണ്ടോളാനാണ് പറഞ്ഞത്. ED ഓഫീസിനകത്ത് ഒഫീഷ്യലി പോയി കാണാനാണ് പറഞ്ഞത്. ഈ ഉദ്യോഗസ്ഥരുടെ പെരുമാറ്റം അവർ നേരിട്ട് ഇങ്ങനെ ഇല്ല 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 അവർ നമ്മളെ മാക്സിമം ഈ ഡോക്യുമെൻറ്റിന് വേണ്ടിയിട്ട് നമ്മളോട് ഇങ്ങനെ സംസാരിക്കുകയാണ്. ഒരു പോലീസ് സ്റ്റേഷനിൽ ചെന്ന ഒരു കുറ്റവാളിയോട് നമ്മൾ എങ്ങനെയാണ് അവിടെ പെരുമാറുന്നത്, അതിൻ്റെ വേറൊരു ലെവലാണ്. ഇവർ നമ്മളെ അടിക്കുന്നില്ലെന്നേ ഉള്ളൂ, അതുപോലെ നമ്മളെ ത്രട്ടൺ ചെയ്ത് സംസാരിക്കുന്നത്. അത് ഈ രാധാകൃഷ്ണൻ എന്ന് പറഞ്ഞിട്ട് പുള്ളിയുടെ പേരെനിക്ക് കൃത്യമാണോ എന്ന് ഇപ്പോഴും അറിയില്ല, മലയാളിയായിരുന്നു. അന്ന് ഒരു വട്ടം ഞാൻ പുള്ളിയെ കണ്ടിട്ടുള്ളൂ. പുള്ളിയുടെ ഏറ്റവും ടോപ്പിലാണ് പുള്ളിയുടെ ക്യാബിൻ. ആ ക്യാബിൻ്റെ അകത്ത് വെച്ചിട്ടാണ് പുള്ളിയെ കാണുന്നത്. മലയാളിയാണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. അവിടെ വെച്ചിട്ട് എന്നെ ഈ സ്റ്റേറ്റ്മെൻറ്റ് എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു മലയാളി പയ്യൻ, അതായത് ഈ ട്രാൻസ്ലേറ്റർ, അതായത് നമുക്ക് ഈ കാര്യങ്ങൾ പറയാനായിട്ട് അവിടെ മൊത്തം നോർത്ത് ഇന്ത്യൻസ് വേറെ ഹിന്ദിക്കാരൊക്കെയാണല്ലോ. അപ്പോൾ ആ ഭാഷ അറിയാത്തവരെങ്ങനെ സംസാരിക്കും അവരോട്? എൻ്റെ പപ്പയ്ക്കും മമ്മിക്കും ഒക്കെ ഈ ഭാഷയുടെ പ്രശ്നം ഉണ്ടായതുകൊണ്ട് അവർക്ക് ഒരു ട്രാൻസ്ലേറ്റർ ഉണ്ടായിരുന്നു. അത് ഇവിടുത്തെ ലോക്കൽ പിള്ളേരാണ്. അതിലൊരു പയ്യൻ എൻ്റെ പുറകെ വന്ന് ഇങ്ങനെ തട്ടിയിട്ട് പറഞ്ഞപ്പോൾ നമുക്ക് മേലോട്ട് പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ അവനെ കണ്ടാൽ എനിക്ക് കൃത്യമായിട്ട് ഇപ്പോഴും അറിയാം. മേലോട്ട് പോകാമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ എന്തോ ബിസിനസ് എന്നൊക്കെ പറഞ്ഞിട്ട് എൻ്റെ താഴെ ഇങ്ങനെ ഞാൻ വളരെ ക്യാഷ്വലായിട്ട് എൻ്റെ പ്രായമുള്ളൊരു എന്നെക്കാളും പ്രായം കുറവാണെന്ന് തോന്നുന്നു. എന്നിട്ട് ക്യാബിനിലോട്ട് ഇങ്ങ് കയറി. ക്യാബിനിലോട്ട് കയറിയപ്പം ഈ പുള്ളിക്കാരൻ അവിടെ ഇരിപ്പുണ്ട്. എൻ്റെ കൂടെ എൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് എടുത്ത സാറുണ്ട്, ഇവനുണ്ട്. എന്നിട്ട് ഇപ്പോൾ ഞാൻ ഈ പുള്ളിക്കാരനോട് പറയുകയാണ്, ഞാൻ ഇംഗ്ലീഷിലാണ്, അപ്പം പുള്ളി മലയാളിയാണെന്ന് എനിക്കറിയില്ല. അപ്പോൾ പുള്ളി അടുത്ത് ഞാനിങ്ങനെ ഇംഗ്ലീഷിൽ ഇങ്ങനെ പറഞ്ഞ് എനിക്കിങ്ങനെ സംഭവിച്ചു പോയതാണ്. 8 വർഷം മുമ്പ് ഇതുപോലെ എൻ്റെ കമ്പനി ഇതായി പോയതാണ്. ഞാൻ അങ്ങോട്ട് പോയിട്ടില്ല. ഇത്രയും നേരമായിട്ട് അങ്ങനെ അവിടെ കമ്പനിയായിട്ട് ബിസിനസ് ഒന്നും ചെയ്തിട്ടില്ല. 1 വർഷം ആയതേ ഉള്ളൂ ഞാൻ വീണ്ടും എൻ്റെ ബിസിനസ് തുടങ്ങിയിട്ട്. അത് ട്രേഡിങ് മാത്രമേ ഞാൻ ചെയ്യുന്നുള്ളൂ, വേറെ ഒന്നും ചെയ്യുന്നില്ല. എന്നെ ഇവനോട് വളരെ പ്ലീസ് ചെയ്ത് സംസാരിച്ചപ്പോൾ ഇവൻ ചാടി കസേരയിൽ നിന്ന് എഴുന്നേറ്റിട്ട് എന്നെ കൂട്ടി ഒരു ചീത്തയും വിളിച്ചിട്ട് തറ ഇരിയടാന്ന് പറഞ്ഞു. ഞാൻ അപ്പോഴത്തേക്ക് പേടിച്ചു പോയി. അപ്പോഴത്തേക്ക് നമ്മൾ എല്ലാ ഇമോഷണൽ ഇതെല്ലാം ഞാൻ അപ്പോഴേക്കും കരഞ്ഞു പോയി. ഞാൻ തറയിലങ്ങിരുന്നു. തറയിലങ്ങിരുന്നു.
മലയാളി ഉദ്യോഗസ്ഥ. ആ മലയാളി ഉദ്യോഗസ്ഥയെ. അപ്പോൾ ഈ മലയാളി പയ്യനും ഉണ്ട് അതിൻ്റെ അകത്ത്, ഇവനും ഉണ്ട്. അപ്പോൾ എനിക്ക് അന്നേരം മനസ്സിലായി ഇവർക്കൊന്നും ഭാവത്തിന് ഫേസിനൊന്നും ഒരു മാറ്റമില്ല. അപ്പോൾ ഇത് സ്ഥിരം അവിടെ നടക്കുന്നത്, ഇങ്ങനെയുള്ള ത്രെട്ടനിങ് അവിടെ നടക്കുന്നുള്ളത് അപ്പോൾ എനിക്ക് കൃത്യമായിട്ട് മനസ്സിലായി. എന്നിട്ട് ഇവൻ എന്നോട് ഇത്രയും പെട്ടെന്ന് ഡോക്യുമെൻ്റ് സബ്മിറ്റ് ചെയ്തില്ലെങ്കിൽ നിനക്കറിയാവോ ഈ കോടതി, സുപ്രീം കോടതി എന്നെ എന്തോ ചെയ്യാനാ, ഇങ്ങനെയാണ് ഹൈക്കോടതി ഞങ്ങളെ എന്ത് ചെയ്യാനാ, നമ്മൾ പറയുന്നതിന് അപ്പുറത്ത് അങ്ങനെയുള്ള ഇതൊന്നും വെറുതെ ഞാൻ പറയുന്നതല്ല. ഇതൊന്നും പറയാണ്ടാന്ന് വിചാരിച്ച് നമ്മളിതെല്ലാം എങ്ങനെയെങ്കിലും ഇതൊക്കെ പ്രശ്നം തീരട്ടെന്ന് വിചാരിച്ചിട്ടങ്ങ് ഒതുക്കി തീർക്കാന്നുള്ള രീതിയിൽ. കാരണം എൻ്റെ ഫാമിലി, എൻ്റെ പപ്പ മമ്മി ഇവരെല്ലാം ഒത്തിരി അനുഭവിച്ചതാണ്. കുറേ അനുഭവിച്ച് നമ്മൾ പിന്നെ ജീവിതത്തിലോട്ട് തിരിച്ചു വരുമ്പോഴാണ് ഇവന്മാരിങ്ങനെ വീണ്ടും തുടങ്ങുന്നത്. അപ്പോൾ ഞാൻ ദൈവം, ഈ രാജ്യത്ത് ഇത്രയും വലിയ ഒരു ഓർഗനൈസേഷൻ, കള്ളപ്പണം പിടിക്കാൻ വെച്ചിരിക്കുന്ന ഒരു ഓർഗനൈസേഷൻ, അവന്മാർ തന്നെ ഏറ്റവും വലിയ കള്ളന്മാരാണെന്ന് വിചാരിക്കുമ്പോൾ നമ്മൾ പിന്നെ ആരോട് പോയി പറയും? സുപ്രീം കോടതി വരെ നമ്മളൊരു ഇതിന് പോയിട്ട് പോലും നമുക്ക് അതിനൊരു ഇത് കിട്ടിയില്ല.